യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ അന്തിമ സമാധാന കരാറായില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച 3 മണിക്കൂറാണ് നീണ്ടത്. ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സംഘർഷം അവസാനിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. റഷ്യയ്ക്കുള്ള സുരക്ഷാ ഭീഷണിയാണ് പ്രധാന പ്രശ്നമെന്നും യുക്രൈൻ എന്നും സഹോദര രാജ്യമാണെന്നും പുടിൻ വ്യക്തമാക്കി. പുടിനൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അലാസ്കയിലെത്തിയിരുന്നു. തുടർ ചർച്ചകൾക്കായി ട്രംപിനെ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ചർച്ചകൾക്കു ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഉടൻ സംസാരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. We had a very productive meeting. There were many points that we agreed on. Most of them, I would say, a couple of big ones that we haven't quite gotten there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll, of course, call up President Zelensky and tell him about today's meeting. It's ultimately up to them. They're going to have to agree with what Marco and Steve and some of the great people from the Trump administration who've come here, Scott and John Ratcliffe, thank you very much. But we have some of our really great leaders. They've been doing a phenomenal job. അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നുണ്ട്. മധു, പോസിറ്റീവ് എന്ന് വിലയിരുത്താവുന്ന തരത്തിലുള്ളൊരു തുടർ നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഒരു ചർച്ച തന്നെ സാധ്യമായി എന്നത് പ്രധാനം. അത് 3 മണിക്കൂർ നീളുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന പ്രതികരണം ഇരു നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒരു കരാറിലേക്കൊന്നും എത്തിയില്ല എങ്കിൽ കൂടി അത് അങ്ങനെ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചതുമല്ല. പക്ഷേ ഇങ്ങനെ വളരെ പോസിറ്റീവായൊരു നീക്കം നടക്കുന്നു. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ തുടർ ചർച്ചകളിലൂടെ പോകും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. എത്രത്തോളം പ്രധാനമാണ് ഈ കൂടിക്കാഴ്ച? തുടർ ചർച്ചകൾ, അതിലെ പ്രതീക്ഷകൾ മധു? ശ്രീജിത്ത്, പുടിനെ മേശയ്ക്കപ്പുറം എത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ കഴിയും. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരുമിച്ചൊരു ചർച്ച ഇതുവരെയും സാധ്യമല്ലായിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ പിടിച്ചു നിന്നത് ഒരുപക്ഷെ അമേരിക്ക വാരിക്കോരി നൽകിയ ആയുധങ്ങളുടെ സഹായത്തോടാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ചർച്ചയിൽ ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. അമേരിക്ക പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുമെന്ന് പുടിന് ഒരുപക്ഷെ വിശ്വാസമുണ്ടായിരിക്കാം. പുടിൻ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മടങ്ങിപ്പോയത് എന്ന് നമുക്ക് വേണേൽ കരുതാം. കാരണം പുടിൻ പോകും മുമ്പ് പറഞ്ഞത് ഈ പുരോഗതിക്ക് തടസ്സം നിൽക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങളെയോ അല്ലെന്നുണ്ടെങ്കിൽ യുക്രൈനെയോ സമ്മതിക്കരുതെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥം പുടിന് പറയാനുള്ളത്, പുടിന്റെ മനസ്സിലുള്ളത് കാര്യങ്ങൾ അമേരിക്കയെ ബോധ്യപ്പെടുത്തുവാൻ ഒരു പരിധിവരെ ശ്രമിച്ചത് നടന്നു എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരിക്കാം ഒരുപക്ഷെ പുടിൻ അങ്ങനെ പറഞ്ഞത്. പല കാര്യങ്ങളിലും ധാരണയായിട്ടുണ്ട്, ഇനി പല കാര്യങ്ങളിലും ധാരണയാകാനുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഒരു ഡീൽ ഉണ്ടാകുന്നിടം വരെ ഒരു ഡീൽ നിലവിലില്ല എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിപ്പോയിരിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വളരെ കുറച്ചു മാത്രമാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസാരിച്ചത്. ഒരുപക്ഷെ ഈ ചർച്ചയുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നയതന്ത്ര ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. കാര്യമാത്രമായിട്ട് സംസാരിച്ചാൽ മതി എന്ന് എന്നാൽ പുടിൻ ആദ്യം മുതൽ ഡേ 1 മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു എന്ന് പുടിന്റെ ഓരോ വാചകങ്ങളും നോക്കുമ്പോൾ മനസ്സിലാകാം. പുടിൻ പറയുന്നത് പുടിന്റെ റഷ്യയുടെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ യുക്രൈന്റെ ഭൂമി റഷ്യയുടെ സുരക്ഷയുമായി വേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തെ വിഷയം നേറ്റോയിൽ അംഗമാകുവാൻ ശ്രമിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം സർക്കാർ മാറി വരണം, സെലൻസ്കിയുടെ സർക്കാർ മാറി വരണം. ഈ 3 അടിസ്ഥാന കാരണങ്ങളാണ് പുടിൻ എടുത്തു പറയുന്നത്. തന്നെയുമല്ല, നേറ്റോയിൽ യുക്രൈൻ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേറ്റോ രാജ്യങ്ങൾക്ക് റഷ്യയുടെ അതിരുവരെ എത്താൻ സാധിക്കും. ഇതാണ് റഷ്യൻ ജനതയും പുടിനെയും ഏറെ അലോസരപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും ഒരുപക്ഷെ ഈ യുദ്ധത്തിലേക്ക് തിരിയാനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ പുടിൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ആഗോള തലത്തിൽ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തികൾ തമ്മിൽ ഒരു ബാലൻസ് വേണം. അതുകൊണ്ട് ഈ പാശ്ചാത്യ ശക്തികൾ ഈ അവരുടെ മേഖലയിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള തന്റെ മനസ്സിലെ ആഗ്രഹം
പുടിൻ മറ്റൊരു തരത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപും നേറ്റോ ഈ ആ കൂട്ടുകെട്ടിന് പണ്ട് മുതലേ എതിരാണ്. സെലൻസ്കിക്ക് വേണ്ടിയത് അമേരിക്കയുടെ ഒരു ഗ്യാരണ്ടിയാണ്, ഒരു സുരക്ഷാ ഗ്യാരണ്ടി. അത് കൊടുക്കാമെന്ന് തത്വത്തിൽ ട്രംപ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേറ്റോ സഖ്യകക്ഷികൾ ഇല്ലാതെ അമേരിക്കയുടെ ഒരു ഗ്യാരണ്ടി ട്രംപിലൂടെ ഒരുപക്ഷെ അങ്ങനെ അത് സാധ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഇത്രയധികം ദൂരം സഞ്ചരിച്ച് വ്ളാദിമിർ പുടിൻ അമേരിക്കൻ മണ്ണിൽ എത്തിയത്. ശ്രീജിത്ത്, സ്മിത.